ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കാനോണിൻ്റെ EOS R50 എന്ന് പറഞ്ഞൊരു മിറർലെസ് ക്യാമറയാണ്. നിങ്ങൾ 70,000 രൂപയുടെ റേഞ്ചിൽ നിങ്ങളൊരു ക്യാമറ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, വ്ളോഗിങ്ങിനായിക്കോട്ടെ, നോർമൽ ഫോട്ടോഗ്രാഫിക്ക് ആയിക്കോട്ടെ, വീഡിയോഗ്രാഫിക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ, അതും മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. R50 എന്ന് പറയുമ്പോൾ അതിൽ R സീരീസിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് RF മൗണ്ട് ലെൻസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇവരുടെ ഹൈ എൻഡ് മൗസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ സാധനം ആക്ച്വലി ഒരു M50 മോഡൽ ഉണ്ടാകുന്നത് നമ്മുടെ Mark 2ൻ്റെ കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയത്. അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ്. M50 അവർ നിർത്തി, M സീരീസ് അവർ ഫുള്ള് നിർത്തിയപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ സീരീസിൽ തന്നെ R സീരീസ്. ഇതിൻ്റെ ഒരു ചെറിയ വെർഷനുണ്ട് R100 എന്ന് പറഞ്ഞിട്ട്. അതിൽ പക്ഷേ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഇതിനായിട്ടും കുറവാണ്. ആർട്ടിക്കുലേറ്റഡ് സ്ക്രീനിങ് അങ്ങനെ സംഭവമൊന്നുമില്ല. ഇതിൻ്റെ നമ്മുടെ മെഗാ പിക്സലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 24.2 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് നമുക്കിതിൽ വരുന്നത്. APS-C സെൻസറാണ് വരുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരു വൈറ്റ് കളർ മോഡലാണ്, ഒരു സ്പെഷ്യൽ എഡിഷനാണ്. നോർമലി നിങ്ങൾക്ക് അറിയിക്കുന്ന സാധാരണ വൈറ്റ് നമ്മുടെ ബ്ലാക്ക് കളർ മോഡൽ ഉണ്ടാവുമല്ലോ, ഇതൊരു വൈറ്റ് കളർ മോഡലാണ്. ഇത് ആക്ച്വലി കിട്ടാൻ കുറച്ച് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാകും. നമുക്കിതിൽ ബ്ലൂടൂത്തും HDMI സപ്പോർട്ടും വൈഫൈ എല്ലാ സംഭവങ്ങളും ഉണ്ട്. കാനോൺ കണക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, നമുക്കത് കൺട്രോൾ ചെയ്യണം. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ആക്ച്വലി ആമസോണിൽ ഓർഡർ ചെയ്ത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ണൂർക്ക് അത് കാണാം കേട്ടോ. ഇത് മെയ്ഡ് ഇൻ തൈവാനാണ്. നിങ്ങളുടെ സ്റ്റിക്കറും കാണാൻ കാണുന്നതായിരിക്കും. MRP 76 രൂപയാണ്. സിംഗിൾ ലെൻസ് കിറ്റാണ് അത്. ഡുവൽ ലെൻസും കിട്ടും. ഇത് നമുക്ക് 18 to 45 mm ലെൻസാണ് അതിൽ വരുന്നത്. അപ്പോൾ ലെൻസ് കുറച്ചൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. M50 കമ്പയർ ചെയ്യുമ്പോൾ കുറേ ചേഞ്ചസുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിൽ ബുക്ക്ലെറ്റ്സുകളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും കണ്ടൻസ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം 2 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്, അതിൻ്റെ വാറണ്ടി കാർഡാണിത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ ഇതിൻ്റെ കുറച്ച് പേപ്പേഴ്സും അതുപോലെ തന്നെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പേപ്പറും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് LP-E17 ബാറ്ററി തന്നെയാണ്. നമ്മുടെ കാനോണിൻ്റെ 200 അതുപോലെ തന്നെ M50 ഉപയോഗിച്ച അതേ മോഡൽ തന്നെയാണ്. അതൊരു മാറ്റിയിട്ടില്ല. ഇത് എന്താണ് മാറ്റാത്താവുക, കുറേ കാലമായി അവർ ആ ബാറ്ററി ഉപയോഗിച്ച് നടക്കുന്നു. ഈ റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് വേറെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ സോണിയുടെ നമ്മുടെ E10, അതാണ് ഞാനിപ്പോൾ കറണ്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ട്, Mark 2 ഉണ്ട്. പിന്നെ നമ്മുടെ സോണിയുടെ നിക്കോണിൻ്റെ Z30 വരുന്നുണ്ട്. അതൊക്കെ ഇതിനായിട്ട് റേറ്റ് കുറച്ച് കുറവാണ്. നമ്മുടെ ഇതിനായിട്ടും കുറച്ച് കുറവാണ്. അതിൽ പക്ഷേ ഫ്ലാഷ് ഒന്നും ഇല്ല, ഇൻബിൽഡായിട്ട് ഫ്ലാഷ് ഒന്നും ഇല്ല. ഞാൻ ആക്ച്വലി സോണിയുടെ അതും എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് 6700 ആണ് വരുന്നത്. അതിൽ പക്ഷേ നമുക്ക് ഫ്ലാഷ് ഇല്ല. എനിക്ക് ആക്ച്വലി ഫ്ലാഷാണ് വേണ്ടത്. എൻ്റെ ഈ സോണിയുടെ E10 ഫ്ലാഷ് ഇല്ല ഇൻബിൽഡായിട്ട്. ഇതിൽ നമുക്ക് ഫ്ലാഷ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബോക്സിലായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചാർജറും കേബിളും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ നോർമൽ ചാർജർ. കാനോണിൻ്റെ തന്നെ നിങ്ങൾ ഓൾറെഡി മുമ്പ് കണ്ടാകുന്ന സംഭവം അതിൻ്റെ കേബിളാണ് കേട്ടോ. ഈ ബോക്സുമേ ഫ്രീ AC കേബിൾ എന്നൊരു സംഭവമുണ്ട്. ഇതിൽ എക്സ്ട്രാ വേറെ കേബിൾ ഫ്രീ ഒന്നും ഇല്ല കേട്ടോ. അത് കുറേ പേരിൽ ഞാൻ കണ്ടു. ഞാൻ ഈ സാധനം തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. വേറെ എക്സ്ട്രാ കേബിളൊന്നും ബോക്സ് ഉണ്ടാകുന്നില്ല. ബോക്സ് സീലിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. വൈറ്റ് കളറാണ്. വൈറ്റ് ഡുവൽ ടോൺ ഫിനിഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിൽ ഗ്രേ ആണ്, ബാക്കിൽ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ചളിയാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് മുകളിൽ ടോപ്പിൽ പ്യുവർ വൈറ്റാണ് വരുന്നത്. മാറ്റ് ഫിനിഷ് ആണ്, എന്നാലും ചളിയാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻബിൽഡ് ഫ്ലാഷ് വരുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ തന്നെ നമുക്ക് R50V എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. ചെറിയ നമ്മുടെ ഈ ഫിജിഫിലിമിൻ്റെ ഒക്കെ ഡിസൈൻ ആയിട്ട്. അതിൽ പക്ഷേ ഫ്ലാഷ് ഇല്ല. അത് ആക്ച്വലി പ്യുവർലി ഫോർ വ്ളോഗിങ് വേണ്ടി ഇറക്കിക്കുന്ന സാധനമാണ്. അതിനാണ് നിങ്ങൾ പർപ്പസ് എന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ZV-10 പോലെ അതാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ R50Vയിലേക്ക് പോകട്ടോ. അത് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്, ഡിസൈൻ ചേഞ്ചസ് ഉണ്ട്. നോർമൽ ഈ കാനോണിൻ്റെ നിങ്ങൾക്ക് അറിയില്ല, കാനോണിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് മാറ്റി പിടിച്ചിട്ടാണ് ഒരു R50V ഇറക്കിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു ഫിജിഫിലിം ഡിസൈൻ എന്ന് പറയാം അതിനെ. ഇത് നമ്മുടെ നോർമൽ കാനോണിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലെൻസ് വരുന്നത് 18 to 45. ലെൻസും അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ നമുക്ക് M50 അവർ ഇവിടെ ഒരു ബട്ടണൊക്കെ ഉണ്ടെന്ന്, ബട്ടൺ ഉണ്ടായാൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ഇതിൽ ലോക്കിംഗ് സിസ്റ്റം വരുന്നത് വേറെ ഡിഫറൻ്റ് ആണ്. ഓൾറെഡി നമുക്കിവിടെ ഒരു ഡോട്ട് കാണാം. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അൺലോക്ക് ആയ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് നോർമൽ പോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ലെൻസ് ഞാൻ മാറ്റാം. ഇതാണ് ലെൻസ് വരുന്നത്. പിന്നെ നമുക്കിതിൽ ബാക്കിൽ ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഫുള്ളി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ്. ഇതിൻ്റെ ടെമ്പർ ഗ്ലാസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനം ലേറ്റ് ആണ്, ആമസോൺ തന്നെ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ വ്യൂ ഫൈൻഡർ വരുന്നുണ്ട്, ഇലക്ട്രോണിക് ആണ്. മറ്റേലൊക്കെ മിസ്സിംഗ് ആണ്. ഫ്ലാഷ് വരുന്നുണ്ട്. ഇവിടെ EOS 50 ബ്രാൻഡിങ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബട്ടൺസ് ഒക്കെ സിൽവർ കളറിലാണ് കേട്ടോ. പിന്നെ റെക്കോർഡ് ബട്ടൺ, നമ്മുടെ ISO ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ, നമ്മുടെ പിന്നെ ക്യാപ്ചർ ബട്ടൺ, പിന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ, ഇവിടെ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാകും. പിന്നെ ബാക്ക് സൈഡിലായിട്ട് നോർമൽ പോലെ തന്നെ മെനു ബട്ടൺ ഉണ്ട്. പിന്നെ ജോയ്സ്റ്റിക് മോഡ് ഉണ്ട്, ഇൻഫോ ബട്ടൺ ഉണ്ട്.
വ്യൂ ബട്ടൺ ഉണ്ട്, മെനു ബട്ടൺ ഉണ്ട്, പിന്നെ സൂം ഔട്ട് ഇവിടെയാണ്. മുമ്പ് നമുക്ക് ഇവിടെയായിരുന്നു, അത് മാറ്റിയിട്ട് അവർ ഇവിടേക്ക് ആക്കിയിട്ടാണ്. പിന്നെ നമുക്കിത് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ആക്ച്വലി ഇതിൻ്റെ താഴെ നമുക്ക് എന്താ പറയുക, ട്രൈപോഡ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമൽ ഇവരുടെ ബട്ടൺ, ഒരു നമ്മുടെ ബാറ്ററിയും അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഉള്ളത്. നോർമൽ മെമ്മറി കാർഡ് ഇട്ടേക്കുന്നത്. ഞാൻ സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ മെമ്മറി കാർഡ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, പറയേണ്ട ആവശ്യമില്ല. ടച്ച് സ്ക്രീനാണ്. നിങ്ങൾക്ക് ഈ റേഞ്ചിൽ സോണിയൊന്നും ടച്ച് സ്ക്രീൻ തരില്ല. ഞാൻ പിന്നെ വേറെ നോക്കിയത് 6600 ഉണ്ടായിരുന്നു. അത് പക്ഷേ ബോഡി മാത്രം നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുള്ളൂ. പിന്നെ 6400 ഒന്നും ഞാൻ പോയില്ല, അതൊക്കെ പഴയ സാധനമാണ്. അപ്പോൾ അതൊന്നും നോക്കിയിട്ടില്ല. നമ്മുടെ ZV-10ൻ്റെ ഫീച്ചേഴ്സും സംഭവങ്ങളൊന്നും അതിലില്ല. അപ്പോൾ അതിനായിട്ടും പഴയതൊക്കെ പോയി വാങ്ങിക്കാൻ പിന്നെ വൻ നഷ്ടമാണ്. ഞാൻ 600 എന്നാണ് നോക്കിയത്, 6700. അതിൽ പക്ഷേ ഫ്ലാഷ് ഇല്ല. അപ്പോൾ തന്നെ അത് ഞാൻ റിജക്ട് ചെയ്തത്, തന്നെ എടുത്ത് നോക്കിയില്ല. അത് പക്ഷേ കുറച്ചുകൂടി റേഞ്ച് കൂടുതലുള്ള മോഡലാണ് ഇതിനായിട്ട് കൂട്ടുക, വേറെ കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് ഇൻപുട്ട് ഇവിടെ വരുന്നുണ്ട്, അത് പറയാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഉള്ളിൽ ടൈപ്പ് സി പോർട്ടും വരുന്നുണ്ട്, ഒരു മൈക്രോ എന്താ പറയുക HDMI പോർട്ടും വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ, ഇത് ഞാൻ പവർ സേവിങ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് പോയി തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ സേവിങ് ഓണാവുക, ക്യാമറ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമുക്ക് ആപ്പ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ആപ്പ് സപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ബ്ലൂടൂത്ത് വഴിയാണ്. അപ്പോൾ ഇതാണ് ഓൺ ചെയ്ത് വെച്ചാൽ മതി. പവർ സേവിംഗ് മുകളിലേക്ക് പോകണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ തന്നെ ഒരു ആപ്പ് ഉണ്ട്, കാനോൺ ക്യാമറ കണക്ട് തന്നെ ഫുൾ നെയിം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതിൻ്റെ നമ്മുടെ ഡിസ്പ്ലേൻ്റെ ഓട്ടോ കണക്റ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ, അല്ല ഓട്ടോ ബ്രൈറ്റ്നസ് ഒന്ന് ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മളിത് ഭയങ്കര ബ്രൈറ്റ്നസ് ആവും, ഒന്നും കാണില്ല. ഇതാണ് നമ്മുടെ ക്യാമറ കാണുന്നത്. ഞാൻ ആപ്പ് ഇട്ടാണ്ടോ, ഇപ്പോൾ കണക്റ്റായി കണ്ടു. ഇതിൽ കൂടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, ഷൂട്ട് ചെയ്യാം, റിമോട്ടായിട്ട് ഉപയോഗിക്കാം. ഫങ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും ഫീച്ചേഴ്സ് വേറെ കുറേ ഉണ്ട്. ഇത് നമുക്ക് ഓട്ടോ ട്രാൻസ്ഫർ, ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോൾ, റിമോട്ട് ലൈവ് വ്യൂ ഷൂട്ടിങ്, ഇമേജസ് എടുക്കാം, ഡേറ്റ് ടൈം സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാം, നമ്മുടെ എന്താ പറയുക ഫേംവെയർ ചെക്ക് ചെയ്യാം. കണ്ടോ, ഇതാണ് ആപ്പ് പണ്ടും ഉണ്ടായിരുന്നു ഇവർക്ക്, കാനോൺ ഉണ്ട്. പക്ഷേ അതിനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ സാധനം കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ എന്താ പറയുക ഷട്ടർ സ്പീഡും സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് പുതിയവരുടെ പ്രൊസസ്സറായിട്ടുള്ള DGX പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. അത് എന്നെ തന്നെ എടുത്ത് കാണിച്ചു തരാം, നല്ലത്. എന്താ ഇത് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, വെയിറ്റൊക്കെ ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് കാണുന്നുണ്ടോ? ഇതുമ്പോൾ ചെറിയൊരു റെഡ് ലൈറ്റും ഉണ്ട്, നമ്മുടെ സോണിലൊക്കെ ഉള്ള പോലെ തന്നെ. ആ സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട്, അതാണ് നിങ്ങൾക്ക് അത് എടുക്കുമ്പോൾ ഉള്ളൊരു ലൈറ്റ് കാണണം കേട്ടോ. ഉണ്ട്, നല്ല ഫാസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു പോകാം. ഞാൻ ഫാസ്റ്റ് കാണിച്ചു തരാം, കണ്ടോ, ഭയങ്കര ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ഫോക്കസിങ്ങും ഭയങ്കര ഡ്യുവൽ പിക്സൽ ഫോക്കസിങ്, അതുപോലെ തന്നെ പ്രൊസസ്സർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ ഫോക്കസിങ് ഭയങ്കര ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത ഫോട്ടോസ് കാണിച്ചു തരാം, കണ്ടോ. അപ്പോൾ അതിൽ സൂം ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇതുപോലെ കാണുന്നുണ്ടായിരിക്കും, ഫുൾ ക്ലിയർ ആയിട്ട് കിട്ടണുണ്ടോ. പിന്നെ ഫ്ലാഷും ഉണ്ട്, ഫ്ലാഷ് വേണമെങ്കിൽ ഫ്ലാഷ് റേസ് ചെയ്താൽ മതി. ഓട്ടോ ഫ്ലാഷും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. മെനു സിസ്റ്റമൊക്കെ നമ്മൾ മുമ്പ് കണ്ട നമ്മുടെ എന്താ പറയുക നമ്മുടെ കാനോണിൻ്റെ അതേപോലത്തെ മെനു സിസ്റ്റം തന്നെയാണ്, വേറെ സെപ്പറേറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കാനോൺ R50 വൈറ്റ് കളർ എഡിഷൻ. ഞാൻ എന്തായാലും വൈറ്റ് കളറിൻ്റെയും ബ്ലാക്കിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാട്ടോ. നമ്മുടെ ആമസോണിൽ അവൈലബിൾ ആണ്. 1 ഡേ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് 1 ഡേ ഡെലിവറി കിട്ടിയിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാൻ മറക്കണ്ട. എനിക്ക് തോന്നുന്നു ഓഫ്ലൈനായിട്ടും കുറച്ചുകൂടി നല്ലത് എനിക്ക് അതാണ് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓഫ്ലൈനിലൊക്കെ ചോദിച്ചപ്പോൾ ഒന്നാമത് അവരിൽ വൈറ്റ് ഇല്ല, വേറെ കാര്യം. ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 62 ആ റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ. 69,990 ആ റേഞ്ചിലൊക്കെ കിട്ടും. ഇപ്പോൾ വൈറ്റ് ആകുമ്പോൾ 2,000 രൂപ 3,000 രൂപ കൂടും. അതാണ് ഡിഫറൻസ് വരുന്നത്. ഒരു സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് തന്നെ വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. നോർമൽ ബ്ലാക്ക് കളർ തന്നെ മതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതെടുത്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കാനോണിൻ്റെ ഇത് 4ാമത്തെ ക്യാമറയാണ് കാനോണിൻ്റെ. എൻ്റെ ആദ്യത്തെ കാനോൺ ക്യാമറ 1500D ആയിരുന്നു. പിന്നെ 200D Mark II ഉണ്ടായിരുന്നു. പിന്നെ M50 Mark II ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കൊടുത്തു വിട്ടാ. അതിന് ശേഷം 4ാമത്തെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ കാനോണിൻ്റെ ക്യാമറ. കാനോണിൻ്റെ കസ്റ്റമർ സപ്പോർട്ടായാലും വലിയ മോശമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര കിടിലാണെന്ന് ചോദിച്ചാൽ ഭയങ്കര കിടിലെന്നല്ല. അത് സോണി ആയാലും അത് തന്നെയാണ്, കണക്ക് തന്നെയാണ്, എല്ലാം കണക്ക് തന്നെയാണ്. സോണിയൊക്കെ ആക്ച്വലി സർവീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് മുമ്പ് തന്നെ ഒരു സോണി ക്യാമറ ഉണ്ട്. അതായത് സാധനം കൊടുത്തത് എനിക്ക് അത് റിപ്പയർ ചെയ്ത് കിട്ടിയത് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും ടൈം അതായത് എല്ലാം കണക്കാണ്. കാനോൺ ആയാലും ഒക്കെ കണക്ക് തന്നെയാണ്, നിക്കോൺ ആയാലും ഒക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. സർവീസും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. എന്നുവെച്ചാൽ എൻ്റെ കാനോണിൻ്റെ പ്രിൻ്ററും എൻ്റെ കാനോണിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആണ് ഇപ്പോൾ സർവീസ്. പക്ഷേ എന്നാലും കണക്കൊക്കെ തന്നെയാണ്, എല്ലാം കണക്കൊക്കെ തന്നെ. പറയുമ്പോൾ ജപ്പാനീസ് ബ്രാൻഡാണെങ്കിലും സോണിയും ജപ്പാനീസാണ്, നിക്കോണും. അപ്പോൾ അതൊക്കെ കണക്ക് തന്നെയാണ്. ഡയറക്റ്റ് സർവീസ് ഇല്ല അവർക്ക്, അതാണ് നമ്മളിവിടെ കുഴപ്പം. മെട്രോ സിറ്റീസിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് പ്ലസ് പോയിന്റ് കേട്ടോ.
അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസോടെ ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ പോയി കണ്ടുവെക്കാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യട്ടെ. പേജ് ഫോളോ അടിച്ചാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും സംശയം കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത കാണാം.